കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കാൻ സാധ്യത. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ജിതിന്റെ ജാമ്യാപേക്ഷ വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ തള്ളിയ കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക. അജി കുഞ്ഞുമണി വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു കോഴിക്കോട് നിന്ന്. പറയാ അജി. SKN ഇന്നലെ വൈകിട്ടാണ് ജിതിൻ ഭാസ്കർ കോഴിക്കോട് സെഷൻസ് കോടതി ജാമ്യ ഹർജിയുമായി സമീപിച്ചത്. അതിന് പ്രധാന കാരണം സെഷൻസ് മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ആ തള്ളാനുണ്ടായ പ്രധാന സാഹചര്യം SIT സംഘവും പ്രോസിക്യൂഷനും ശക്തമായ വാദമാണ് കോടതിയിൽ പ്രധാനമായും പറഞ്ഞത്. അതായത് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുവാൻ ജിതിൻ ഭാസ്കർ കൂട്ടുനിന്നു ശ്രമിച്ചു. അതായത് ജിതിന്റെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം അടക്കം പുറത്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജിതിന് ജാമ്യം നൽകാൻ പാടില്ല. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച ഈ തെളിവുകളെല്ലാം തന്നെയും നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പ്രധാനമായും അവിടെ പ്രോസിക്യൂഷൻ വാദിച്ചത്. ഈ ജാമ്യ ഹർജിയിലുള്ള ഈ വാദത്തിന്മേടിൽ പ്രധാനപ്പെട്ട ഒരു പരാമർശവും കൂടെ ഈ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് സമൂഹത്തിന് ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയമപ്രകാരം ഗൗരവമായി കൈകാര്യം ചെയ്യപ്പെടുന്നതിൻ്റെ വ്യക്തമായ സൂചന സമൂഹത്തിന് നൽകേണ്ടത് അത്യാവശ്യമാണ് എന്നായിരുന്നു മജിസ്ട്രേറ്റ് NS അലി ഫാത്തിമ ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് വിധി പറഞ്ഞത്. അതിൽ അമേരിക്കൻ നിയമജ്ഞൻ ബെഞ്ചമിൻ കണ്ടോസ്കോയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതായത് വ്യക്തിയുടെ താല്പര്യത്തെക്കാൾ ഒട്ടും കുറഞ്ഞതല്ലെന്ന് ഈ കേസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ ഈ ജാമ്യ ഹർജി തള്ളിയത്. ഇതിനെ തുടർന്നാണ് ജിതിൻ ഭാസ്കർ ഇന്ന് മേൽക്കോടതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.